ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന സമയത്ത് അടിപൊളി സ്നോ ആണെന്ന്. സാധാരണ ഡിസംബർ ലാസ്റ്റ് ക്രിസ്മസ് ടൈം ആകുമ്പോഴേക്കേ ഇതേപോലെ ഒരു സമയമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ വർഷം ലേറ്റാണ് ഇത്തിരി. ശരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്നോ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴാണ് തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലെടുത്ത വീഡിയോസാണിത്. ഇതാണ് മക്കൾ പഠിക്കുന്ന സ്കൂള് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മോർണിംഗ് 9 o'clock അവർ എല്ലാവരും ഡോറെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ക്ലോസ്ഡാണ്, ഇവിടെ വരാൻ പറ്റില്ല. അപ്പം ഇതാ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് അവിടെയാണുള്ളത്. നമ്മൾ താമസിക്കുന്നതും സ്കൂളും വളരെ ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു റോഡ് ജസ്റ്റ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2-3 minutes മുന്നെയെല്ലാം ബെല്ല് റിങ് ചെയ്യുന്നതിന് മുന്നേ വന്നാൽ മതി. അപ്പം അതൊരു നല്ല കാര്യമാണ്. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല സ്ലിപ്പിംഗ് ആട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വീണിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും വീണിട്ട് നല്ല ഹൈറ്റിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരുമാതിരി നടക്കാം. ഇത് കുറച്ച് വീണിട്ട് അങ്ങനെ എന്താ പറയുക, ഒരു ഉണങ്ങി ഒടിച്ച പോലെ. അപ്പോൾ നല്ല ഊരി വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ്, സീക്കോട് എലമെൻ്ററി സ്കൂള്. ഇത് മെയിൻ എൻട്രൻസ് ആണ്. പക്ഷേങ്കിൽ മെയിൻ എൻട്രൻസ് വഴിയല്ല, ഓരോ ക്ലാസ്സിനും അവർ ഓരോ ഡോർ നമ്പർ പറയും. അപ്പം ആ തിരക്ക് ഒഴിവാക്കാനായിട്ട് ഒറ്റ ഒരു സമയം തന്നെ എല്ലാവരും അങ്ങ് അടിച്ച് കയറുന്നത് ഒഴിവാക്കാനായിട്ടത്. അപ്പോൾ ഓരോ ക്ലാസ്സിന് ഇപ്പോൾ ഇന്ന് ക്ലാസ്സിന് ഇന്ന് എടുക്കാമെന്നുണ്ടാവും. നമ്മൾ അവിടെയാണ് കുട്ടികളെ കൊണ്ടുപോയിട്ട് വിടേണ്ടതും തിരിച്ചിട്ട് കൂട്ടേണ്ടതും എല്ലാം അവിടെ തന്നെയാണ്. എല്ലാ സ്കൂളിൻ്റെ ഇത് തന്നെയാണ്. ഈ ഫ്രണ്ട് സൈഡിൽ സാധാരണ കുട്ടികളെ പൊതുവെ വിടാറില്ല. അവർ ബാക്ക് സൈഡാണ് സ്കൂളിൻ്റെ യാർഡ്, കളിക്കുന്ന സ്ഥലമെല്ലാം ബാക്കാണ്. ഇത് റോഡ് കണ്ട, റോഡ് ഇങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ അവർ ഫ്രണ്ടിൽ കുട്ടികളെ വിടില്ല. പിന്നെ നമ്മൾ പോയി കഴിയുകയാണെങ്കിലും അവിടെ എന്താവശ്യത്തിന് ഇപ്പോൾ എന്തെങ്കിലും സ്കൂളിൽ പോകാൻ മക്കളെ വേഗം കൂട്ടണമെന്നോ എന്തെങ്കിലും നമ്മളവിടെ ഫോൺ പുറത്ത് തന്നെയുണ്ട്, ബസർ കോഡ് പോലെ. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ കോള് റിസപ്ഷനിലേക്ക് പോകും. എടുത്തിട്ട് ആവശ്യം എന്താ, ഏത് ക്ലാസ്സിലാണ്, ഏത് പാരൻ്റാന്ന് പറഞ്ഞതിന് ശേഷം കൺഫേം ആയതിനു ശേഷം മാത്രമേ ഡോറ് തുറക്കുള്ളൂ. അതായത് അൺവാണ്ടഡായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരെ സ്കൂളിൻ്റെ സേഫ്റ്റി ആയതുകൊണ്ട് അവർ വിടില്ല. വേണ്ടേ ഇന്നലെ നിർത്തിയ വണ്ടികളൊക്കെ ഇതല്ലോ എല്ലാം നല്ല എന്താ പറയുക, നമ്മളെ നാട്ടിൽ പൂവെല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന പോലെ. ഇതൊക്കെ സമ്മറിൽ നമ്മൾ കണ്ടിട്ടുള്ള പിന്നെ മരട്ടാ എല്ലാം എന്ന് നോക്കി ഒരൊറ്റ ഒരു ഇല പോലും ഇല്ല അതിൽ. പകരം ഈ സ്നോ ഇങ്ങനെ വീണിട്ട്, പക്ഷെ അതും ഒരു കാണാൻ രസമാണ്. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂ വിരിഞ്ഞ പോലെ ഉണ്ടാവും കാണാൻ. ഈ ക്രിസ്മസ് ട്രീ എല്ലാം ഇല്ലേ പൊതുവേ അതിൻ്റെ മുകളിലെല്ലാം അങ്ങനെ. ഇത് എല്ലാം കംപ്ലീറ്റ് സ്കൂളിൻ്റെ സൈഡായിട്ടോ, പാർക്കിംഗ് ഏരിയ. ഇത് എല്ലാ വണ്ടിയും ഇതിപ്പോൾ കൊണ്ടച്ച വണ്ടിയാണ്. ഇത് സ്നോ തന്നെയാണ്. അപ്പോൾ എടുക്കണമെങ്കിൽ ഇതൊക്കെ നല്ല നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാനാണ്. സ്കൂളിന് ഓപ്പോസിറ്റ് തന്നെ ചെറിയ ചെറിയ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അധികം ആൾക്കാരും മക്കൾ സ്കൂളിൻ്റെ സൗകര്യം അനുസരിച്ചിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് ചില ആൾക്കാരെല്ലാം അങ്ങനെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ നോക്കും. എന്നാൽ പിന്നെ ട്രാൻസ്പോർട്ടേഷനെല്ലാം ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെടി കണ്ടോ, ഇതെന്തൊരു ഭംഗിയുള്ള, നമ്മുടെ നാട്ടിലെ ഈ അരളി എന്നെല്ലാം പറയുന്നത് ആ ചെടിയില്ലേ, ആ ചെടിയായിരുന്നു ഇത്. അതിലുള്ള കംപ്ലീറ്റ് അലയും കഴിഞ്ഞു. എന്നിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ മേലെ സ്നോ വീണപ്പോൾ കണ്ടോ, എന്തോ ഒരു ചെടീൻ്റെ മേളിൽ ഒരു പൂ വിരിഞ്ഞ പോലെ തോന്നിയില്ലേ കാണാൻ. അത് ഒരു കാണാൻ രസം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പ് തന്നെ. കാറ്റില്ല, അത്യാവശ്യം കാറ്റില്ലാത്തൊരു പ്രശ്നമില്ല. ഇതാ കണ്ട ഒരു ട്രീൻ്റെ മേലെ ഒരു വൈറ്റ് കളറ് മുല്ലപ്പൂ പോലെ വിരിഞ്ഞ പോലെ ഒരു ഫീലിംഗ് ആണ് കാണാനായിട്ട്. ചെറുത് പിന്നെ എല്ലാവരും ഫുൾ സെറ്റപ്പിലാണ് കണ്ടോ. അവിടെയുള്ള വെറും കണ്ണ് മാത്രമേ ഉള്ളൂ. മുന്നിൽ ഒരാൾ നടന്നുണ്ട്, ഫുൾ സെറ്റപ്പ് ജാക്കറ്റും പാൻറ്റും ഒക്കെ വിൻ്റർ തെർമൽ വെയർ പോലത്തെയല്ലോ നല്ല സെറ്റപ്പിലാണ് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് ഇപ്പോൾ മെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഇവിടെ വരെ നടന്നു വരണം, ബസ്സിലോ എന്തിനാണെങ്കിലും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നോൻ്റെ സമയത്ത് ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. വണ്ടീൻ്റെ മുകളിലെല്ലാം കംപ്ലീറ്റും ഉണ്ട്. എടുക്കുന്ന സമയത്തൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇവർ എടുക്കാനായിട്ട്. കാണാൻ നല്ല ഭംഗിയായി. ഇന്ന് കാറ്റില്ല, പക്ഷേങ്കിൽ -20 വരെ അങ്ങോട്ട് പോകുന്നുണ്ട് ക്ലൈമറ്റ്. പക്ഷെ തണുപ്പില്ല. പക്ഷെ ഇപ്പോഴും സ്നോ വീണുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണാൻ ശരിക്ക്. പക്ഷെ അതൊരു രസമാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കാറ്റില്ലാത്തപ്പോഴേ, കാറ്റുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും അങ്ങ് നമുക്ക് ഒരു മൂക്കും വായും കണ്ണ് പുറത്തുണ്ടാവും. എന്നാൽ നമുക്ക് ആ ഒരു ഭാഗം തണുത്തിട്ട് ശരിക്കും ഫ്രീസാകാൻ പോയില്ല. റെഡ് കളറായിട്ട് മരവിച്ച പോലെ ഉണ്ടാവും.
ശരിക്കും തൊട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നില്ലാത്തൊരു ഫീലിങ്. അത് കാറ്റുണ്ടെങ്കിൽ ശരിക്കും ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ശരിക്കും എന്താ പറയുക, നമ്മൾ കാനഡയിലെല്ലാം വന്ന് എന്ന് പറയുക ഈ വിൻ്റർ കാണുമ്പോൾ. മറ്റുള്ള സമയം എന്ന് പറയുമ്പോൾ എല്ലാം നല്ല, പക്ഷേ അതിപ്പം കുറച്ച് നമുക്ക് നിന്നുകൊണ്ടിരിക്കുമ്പോൾ പുതുമയൊന്നും ഉണ്ടാവില്ലല്ലോ. ഫസ്റ്റ് വന്നിട്ടുള്ള സമയത്തെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ആവേശമായിരിക്കും അല്ലേ. അല്ല പിന്നെ നമ്മൾ സ്ഥിരം കാണുന്നത് തന്നെയായിരിക്കും അതും. പക്ഷേ എങ്കിൽ വിൻ്റർ ഒരു വേറെ തന്നെ ഒരു ഫീലിംഗാണ്. മക്കൾക്ക് സ്കൂളിൽ കളിക്കാനും എല്ലാം എന്താ പറയുക, പ്രത്യേകിച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൻ്ററിന് വേറെ തന്നെ സാധനങ്ങളാണ്. സാധാരണ ചെറിയ കുട്ടികൾക്ക്, അതായത് കിൻഡർ ഗാർഡൻ മാത്രമാണ്. LKG UKG എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് കളിക്കാൻ അവർ ടോയ്സ് കൊടുക്കും. ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചെറിയ ജീപ്പും വണ്ടിയും അങ്ങനത്തെ എല്ലാം കളിക്കുന്ന ഓരോ ഐറ്റംസ്, കിച്ചൺ സെറ്റ് പോലത്തെ എല്ലാം പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം സമ്മർ ടോയ്സാണ്. അപ്പോൾ വിൻ്റർ വരുന്ന സമയത്ത് കംപ്ലീറ്റ് മാറ്റും. എന്നിട്ട് എന്താ പറയുക, ഐസ് കോരുന്ന പോലത്തെ സാധനവും ഇങ്ങനെ തള്ളുന്ന പോലത്തെ ഇല്ലേ അത്, പിന്നെ കുട്ടിലിരുന്നിട്ട് വലിച്ച് കളിക്കുന്ന പോലത്തെ സാധനം. പിന്നെ വിൻ്റർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള സ്നോ എല്ലാം ഉണ്ടാവില്ലേ, ഇതിൽ പിള്ളമാരോട് പിള്ളമാർ അങ്ങനെ കിടക്കും. ഇത് കൈയും കാലും മേലോട്ടും താഴോട്ടും എന്താ പറയുക ആക്കും. അപ്പോൾ ആ ഒരു ഷേപ്പ് ആവില്ലേ, അതൊക്കെ ചെയ്യിക്കും നിർബന്ധമാക്കിയിട്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമെല്ലാം കാണുമ്പോൾ പറയും ഡ്രസ്സെല്ലാം ഇട്ടിട്ട് തണുക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു അയ്യോ നിലത്ത് കിടന്ന് ഉരുളല്ലേ എന്നെല്ലാം പറയുമല്ലോ. അപ്പം നമുക്ക് പേടിയില്ല തണുപ്പ് ഇങ്ങനെ അധികമാവും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പില്ല, ഒന്നും ബുദ്ധിമുട്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾഡ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അങ്ങനെ വരും. പക്ഷെ അത് വന്ന വഴിക്ക് പോകും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്തൊന്നും പോകാനും പറ്റില്ല. പോയി കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ പറയുക ഹോം റെമഡി വീട്ടിൽ തന്നെ, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പറയുന്ന സാധനം തന്നെ, ജിഞ്ചർ ഹണി ഒക്കെ കുടിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ഗാർഗിൾ ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് കേൾക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ വലുതായിട്ട് വരില്ല കേട്ടോ, ചെറുതായിട്ടൊരു മൂക്കൊലിപ്പെല്ലായിട്ട് വരും. ശരിക്കും ആദ്യം നമുക്കുള്ള ഫീലിംഗ് ഒരു പേടിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുപോകും. ഇപ്പോൾ നോക്കുമ്പോൾ ജലദോഷം. പക്ഷെ അതൊന്നും നമ്മൾ ഇതുമായിട്ടൊന്നും അഡാപ്റ്റ് ആവുന്ന വരെ, പിന്നെ അഡാപ്റ്റ് അല്ല പിന്നെ യൂസ്ഡ് ആവും. അതാണ് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ. സാധാരണ നമ്മൾ നാട്ടിലാണെങ്കിൽ ശരിക്കും എന്താ പറയുക, കോൾഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, അത് നമ്മളിങ്ങനെ കാണിക്കും, ഡോക്ടറെ അടുക്കാൻ പോകും, മരുന്ന് ഒരുപാട് ആൻറ്റിബയോട്ടിക് ആ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവർ കുറച്ച് ഡ്രഗ് ഫ്രീ കൺട്രി. അങ്ങനെ അത് അധികം അങ്ങനെ എല്ലാത്തിനും തൊട്ടിനും മരുന്ന് വേണ്ട. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, അതിനെ പ്രതിരോധിച്ചോളൂ എന്നാണ് പറയുക. നമ്മൾ ചുമച്ചുള്ള നാട്ടിൽ 4-5 ദിവസം നമുക്ക് പേടിയല്ലേ ശരിക്കും. ആദ്യം നമുക്ക് പേടിയാ സംഭവം. ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെഞ്ചിൽ കഫായി എന്തെങ്കിലും ന്യൂമോണിയ പോലെ എല്ലാം വരുമോ എന്നൊക്കെ പേടിയും. പക്ഷെ അതൊന്നും ആവില്ല. അതെന്തോ ക്ലൈമറ്റിൻ്റെ അതാണെന്ന് തോന്നുന്നു. അപ്പം ഏകദേശം ഞങ്ങൾ ലാബിൻ്റെ അടുത്ത് എത്തിയേട്ടാ. പിന്നെ മെയിൻ റോഡാണ്. അപ്പോൾ പിന്നെ ഇത്തിരി ഫോണൊക്കെ ഉപയോഗിച്ച് വീഡിയോ ഒക്കെ പിടിക്കുന്ന ഇത്തിരി ഡേഞ്ചറാണ്. എനിക്ക് എങ്ങനെയാണ് വരുന്നത് എന്നതൊന്നും അറിയില്ല. അപ്പോൾ കുറച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ സ്നോ വിശേഷം. അപ്പോൾ ബൈ.